ഗ്യാസ് ട്രബിൾ ആണെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് മനസ്സിലായ ക്യാൻസർ ആയതെന്ന്. യൂട്യൂബ് വഴി അറിഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നേ. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മളോടൊപ്പം പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. ഇത് ഫസ്റ്റ് വിസിറ്റ് ആണ്. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും പേഷ്യന്റ് ആരാ ഇവർ എവിടെ നിന്നാ വരുന്നതെന്നും ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നെന്നും എങ്ങനെ ഇവർ കണ്ടുപിടിച്ചതെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും പേഷ്യന്റ് റിലേറ്റീവിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം സർ, പേരെന്താണ്? മല്ലികാർജുൻ. പേഷ്യന്റ് ആരാ സാറിന്റെ? എന്റെ അമ്മയാ. ഓക്കെ, എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്ക് 55. എന്ത് ക്യാൻസർ അമ്മയ്ക്ക്? ബോൺ ക്യാൻസർ. ഓക്കെ സർ, എവിടെ നിന്നാ വരുന്നത്? നെല്ലൂരിൽ നിന്ന് വരിക. നെല്ലൂരിൽ നിന്നല്ലേ? ഓക്കെ ഓക്കെ. അമ്മയ്ക്ക് ക്യാൻസറിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഈ ബോൺ ക്യാൻസർ സംബന്ധമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടായി കാണുമല്ലോ. സാധാരണ പോലെ ഒരു വേദന വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാ ഞങ്ങൾ. ഓക്കെ, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അമ്മയ്ക്ക്? അതായത് പനി അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല. വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഉം. പിന്നെ വയറുവേദന ഉണ്ടായിരുന്നു. ഉം. അപ്പോ എന്താണെന്ന് അറിയാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാ. എത്ര മാസമായിട്ട് അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നു? 1 മാസത്തോളം ഉണ്ടായി. 1 മാസമായിട്ടുണ്ടായിരുന്നല്ലേ? അതെ, ഫസ്റ്റ് ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞേ. പിന്നെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. ഓക്കെ സർ, ഈ പുനർജൻ ആയുർവേദ മെഡിസിൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? മറ്റുള്ള മെഡിസിൻ ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറയാമോ സർ? ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചാ മാഡം. 2 ഇയേഴ്സ് വരെ കഴിച്ചു. പക്ഷേ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ പുനർജനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സർ? ആരാ നിങ്ങളെ അകത്തേക്ക് വിളിപ്പിച്ചത്? ഇവിടുത്തെ സ്റ്റാഫായിട്ട് നിങ്ങൾ സംസാരിച്ചിരുന്നോ? വന്നപ്പോ ഒരു മാഡം ഞങ്ങളുടെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സാർ അഡ്മിഷന് വേണ്ടിയുള്ള ഐഡന്റിറ്റിയും പ്രൂഫും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയി. അതിനുശേഷം മാഡം വന്ന് കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്തിനെ പറ്റിയാ പറഞ്ഞേ? ക്യാൻസർ എവിടെയാ ഉള്ളത്, ഓക്കേ. എന്ത് തരം ക്യാൻസർ ആണ്, എന്തൊക്കെ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നിട്ട് ഡോക്ടറിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. ഓക്കെ. എന്തെങ്കിലും ഫുഡ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നോ? കടയിൽ നിന്നും പുറത്തുനിന്നും ഒന്നും വാങ്ങി കഴിക്കണ്ടെന്ന് അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞത്. പറഞ്ഞിരുന്നല്ലേ? ഓക്കെ ഓക്കെ സർ. ശരി സർ, നിങ്ങളിപ്പോ ഫസ്റ്റ് ടൈം ആണല്ലോ വരുന്നത്. അതെ. നിങ്ങൾ ഡോക്ടറെ കണ്ടോളൂ. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്തോളൂ. ശരി. സർ, ഒരു കാര്യം കൂടി, അമ്മയ്ക്ക് ഈ പ്രോബ്ലം ജനറ്റിക് ആയിട്ട് ഉണ്ടായതാണോ? അതായത് ഇല്ല, പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇല്ല, ഉണ്ടോ? ഇല്ല, ഇല്ല. ജനറ്റിക്കലൊന്നും അല്ല മാഡം. ആർക്കും ഇല്ലല്ലേ? ഇത് അങ്ങനല്ല. സാറിന്റെ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ഫാർമറാ. ഓ, കൃഷിപ്പണിയാണല്ലേ? ഓക്കെ. അതെ. സർ, അമ്മ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടോ? കഴിക്കും. സർ, ഈ ക്യാൻസറിനെ പറ്റി സാറിന് എന്തെങ്കിലും അറിയാമോ? അതോ അമ്മയ്ക്ക് വന്നതിന് ശേഷമാണോ അറിയുന്നത്? ഇല്ല, അമ്മയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ സർ, മെഡിസിൻ സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. ഒരുപാട് പേർക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം സർ. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. നന്ദി.